മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികരുടെ പൊതുസ്ഥലമാറ്റ കൽപ്പന കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ വായിച്ചു. ഇത്തവണ ചുരുക്കം ചില അവശബ്ദങ്ങൾ ഒഴിച്ചാൽ ഭംഗിയായി സ്ഥലമാറ്റം നടത്തിയിട്ടുണ്ട്. അതിന് ഭദ്രാസന മെത്രോപൊലിത്താക്കും ഭദ്രാസന നേതൃത്വത്തിനും ഒരു ബിഗ് സല്യൂട്ട്. മലങ്കര സഭയെന്നല്ല ഒരു സഭയിലും 100% എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുസ്ഥലമാറ്റം നടക്കില്ല. ആര് വിചാരിച്ചാലും നടത്താൻ പറ്റില്ല. ചില അവശബ്ദങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകും. പുതിയതായി ചെല്ലുന്ന പള്ളിയിൽ ഒന്നുകിൽ വൈദികർക്ക് തൃപ്തി കാണില്ല, അല്ലെങ്കിൽ ആ വൈദികനെ ഇടവക ജനങ്ങൾക്ക് അത്ര പിടുത്തം പോരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം. പൊതുവെ ഭദ്രാസന മെത്രോപൊലിത്തയുടെ കൽപ്പനയുമായി വരുന്ന വൈദികനെ ഇടവക ഒന്നടക്കം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് കൊട്ടാരക്കര ഭദ്രാസനത്തിലുള്ളത്. ഇക്കുറി ഭദ്രാസനത്തിലെ എല്ലാ വൈദികർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പള്ളികൾ കിട്ടി. സീനിയർ ആയിട്ടുള്ള എല്ലാ വൈദികർക്കും വലിയ പള്ളികൾ തന്നെ ലഭിച്ചു. മുൻ ഭദ്രാസന സെക്രട്ടറിമാരായ ഫാദർ ഫിലിപ്പ് മാത്യുവിനും ഫാദർ CD രാജനും അവർക്കിഷ്ടപ്പെട്ട വലിയ പള്ളികൾ ലഭിച്ചപ്പോൾ വലിയ പള്ളികളിൽ മാത്രം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഫാദർ സാജൻ തോമസിനും കിട്ടി മറ്റൊരു വലിയ പള്ളി. വൈദികർ താമസിക്കേണ്ട പാഴ്സനേജ് ഉള്ള പള്ളിയാണെങ്കിൽ പോലും സാജനച്ചനായതുകൊണ്ട് പള്ളിക്കാർ ക്ഷമിച്ചു. ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റെങ്കിലും മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും കൊട്ടാരക്കര കൺവെൻഷന്റെ സ്ഥിരം കൺവീനർ കൂടിയായ അച്ഛനെ ഭദ്രാസന നേതൃത്വം തടഞ്ഞില്ല. ഇപ്പോഴത്തെ 2 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും വലിയ പള്ളികൾ കിട്ടി. കല്യാണത്തിന് വധുവിനെ പ്രാർത്ഥിച്ചു വിട്ടതിന് കൊടുത്ത തുക കുറഞ്ഞു പോയപ്പോൾ മുറ്റത്ത് വലിച്ചെറിഞ്ഞ് ഈ മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന് വീടിനടുത്തുള്ള പള്ളി തന്നെ കൊടുത്തു. കാരണം നേരത്തെ പറഞ്ഞു കേട്ടത് അനുസരിച്ച് പല പള്ളിക്കാരും പറഞ്ഞു ഇദ്ദേഹത്തെ അവരുടെ പള്ളിയിലേക്ക് വിടരുതെന്ന്. വീടിനടുത്തുള്ള പള്ളിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് തുക കുറഞ്ഞാലും നാട്ടുകാരെ പേടിച്ച് ഉള്ളതും വാങ്ങി പോയിക്കൊള്ളുമെന്ന് വിചാരിച്ചാണ് ഭദ്രാസന നേതൃത്വം അടുത്തുള്ള പള്ളി തന്നെ കൊടുത്തത്. മറ്റൊരു മാനേജിംഗ് കമ്മിറ്റി അംഗമായ കടമറ്റത്ത് കത്തനാരുടെ ശിഷ്യനും വലിയ പള്ളി തന്നെ കൊടുത്തു. സ്വന്തമായി ആഡംബര വീടുണ്ടായിട്ടും ആ പള്ളിയിൽ പോയി താമസിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പള്ളിയിൽ താമസിക്കുന്ന വൈദികരാണ് ഇടവകക്കാർക്ക് ആവശ്യം. ഇദ്ദേഹം താമസിക്കാമെന്ന് ഏറ്റിട്ടാണ് അങ്ങോട്ട് വിട്ടത്. സ്വന്തം വീട്ടിലെ കറന്റ് ചാർജും വെള്ളക്കരവും ലാഭമാകുമല്ലോ. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതും ലാഭം. എങ്ങനെ വീണാലും 4 കാലിൽ. ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾക്കും വീതം വെപ്പിൽ മുന്തിയ പള്ളികൾ തന്നെ ലഭിച്ചു. എന്തിനേറെ വിരമിച്ച വൈദികർക്കും പള്ളികൾ കൊടുത്തു. ആരെയും മാറ്റി നിർത്തിയില്ല. ആകെ കൂടി 2 പള്ളിക്കാർ മാത്രമാണ് ഈ മാറ്റത്തിൽ പരാതി പറഞ്ഞത്. അന്ന് അർദ്ധരാത്രിയിൽ ഹൂത്തോമ പാടുന്ന വൈദികനെയും മറ്റൊന്ന് ഇടവകയിലെ ഏത് വീട്ടിൽ ചെന്നാലും വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന വൈദികനെയും സഹായിക്കാൻ വയ്യ. മാറ്റിത്തരണമെന്ന് ഭദ്രാസന മെത്രോപൊലിത്തയോട് ആവശ്യപ്പെട്ടു. പിന്നെ വനാതിർത്തിയിലുള്ള ഇടവകക്കാർക്ക് അങ്ങോട്ടയച്ച റംബാനെയും വേണ്ട. അവർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകേണ്ടെന്നാണ് ഇടവകക്കാർ പറയുന്നത്. വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ റംബാന്റെ കണ്ണുനീർ കാണാൻ വയ്യെന്നാണ് അവരുടെ അഭിപ്രായം. മറ്റൊരു ആശ്രമവാസിയെയും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ചെങ്ങമനാട് ബെത്ലഹേം ആശ്രമത്തിലെ വിശുദ്ധരായ വൈദികരെ ഒരു ഇടവകക്കാർക്കും വേണ്ട. കലികാലം എന്നതല്ലാതെ മറ്റെന്തു പറയാൻ. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ MC റോഡരികിലെ കുഞ്ഞച്ചനും അല്പം ഞരമ്പ് ഉണ്ടെന്നാണ് കരക്കമ്പി. പട്ടം കിട്ടിയപ്പോൾ, അതായത് 4 മാസം മുൻപ് ആദ്യമായി വികാരിയാക്കിയ ആയൂരിനടുത്തുള്ള പള്ളിയിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞുള്ള കൊയർ പ്രാക്ടീസും വനിതകളുടെ ഇടയിലുള്ള സുവിശേഷവും പുതിയ പള്ളിയിൽ ഇറക്കിയാൽ വനത്തിൽ നിന്നും കാട്ടാന വരും. ഇപ്പോൾ കിഴക്കന്റെ മേഖലയിലെ വനാതിർത്തിയിലുള്ള ഹൂത്തോമോ പാടുന്ന വൈദികന് പകരമാണ് ഈ കുഞ്ഞച്ചനെ വിട്ടിരിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഒരുപാട് മൈൽ താണ്ടേണ്ടതാ, വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതാ. ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങും എത്തില്ല പറഞ്ഞുവെന്ന് മാത്രം. പിന്നെ വിശ്വാസികൾ പറയുന്ന ഒരു പരാതിയാണ് ഇഷ്ടക്കാരും ഭരണക്കാരുടെ കൂട്ടു ഉപദേശകരുമായ അരമന പണിയിലെ വരവ് ചെലവ് കണക്ക് സമർപ്പിക്കാത്ത കേസിലെ
ഒന്നാം പ്രതിയായ മുൻ ഭദ്രാസന സെക്രട്ടറിക്കും മത്സരിച്ച് തോറ്റ് സ്ഥിരം ഭാരവാഹിക്കും മറ്റൊരു ഇളമുറ വൈദികനും ഈ സ്ഥലം മാറ്റത്തിൽ 2 മാസം ഇളവ് നൽകിയിട്ടുണ്ട്. ഇവർക്കെല്ലാം പള്ളികളിൽ നടക്കുന്ന പണികളുടെ ഭാഗമായാണ് ജൂലൈ വരെ നേടിക്കൊടുത്തത്. എന്നാൽ ചോദിക്കും, ഈ 2-3 മാസം കൊണ്ട് പണി തീരുമോന്ന്? തീരില്ലെന്ന് ഭദ്രാസന നേതൃത്വത്തിന് അറിയാം. അത്രയും നാൾ കിട്ടുന്നതൊക്കെ പോക്കറ്റിലാക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും നീട്ടിക്കൊടുത്തത്. അരമനയും ഷോപ്പിംഗ് കോംപ്ലക്സും പണിഞ്ഞ് പരിചയമുള്ള മുൻ ഭദ്രാസന സെക്രട്ടറി ഇപ്പോൾ പണിയുന്നത് ഭദ്രാസന മെത്രോപൊലിത്തയ്ക്ക് വിശ്രമിക്കാൻ ബഹുനില കെട്ടിടമാണ്. സ്ഥിരം നായകൻ പണിയുന്നത് പള്ളിയും ഇളമുറ വൈദികൻ പണിയുന്നത് ഓഡിറ്റോറിയവുമാണ്. ഇവരെല്ലാം സെമിനാരിയിൽ പഠിപ്പിച്ചപ്പോൾ ഒരു സബ്ജക്ട് ആശാരിപ്പണിയായിരുന്നു. ഇനി പോകുന്ന പള്ളിയിലും ആദ്യം നോക്കുന്നത് എന്തെങ്കിലും പണിയായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ഇളമുറ തമ്പുരാൻ പള്ളി പൊളിച്ച് പണിയുന്നുണ്ട്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഇല്ല. കാരണം വേറെ പള്ളി കൊടുത്താൽ അവിടെ പണിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഈ പണി കൊണ്ട് പള്ള വീർക്കട്ടെ എന്നായിരിക്കും ഭദ്രാസന നേതൃത്വം കരുതിയത്. ഈ പരാതികൾ ഒഴിച്ചാൽ ഭദ്രാസനത്തിലെ വൈദികരും ഹാപ്പി, ഇടവക ജനങ്ങളും ഹാപ്പി, ഭദ്രാസന നേതൃത്വത്തിനും ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി.